പേര് ലിസി, വീട് തൊടുപുഴയാണ്. ഞങ്ങൾ കുടുംബത്തിൽ സഹോദരങ്ങൾ, എനിക്ക് 4 ആങ്ങളമാരും ഒരു അനിയത്തിയുമാണുള്ളത്. അത്യാവശ്യം കഷ്ടതകളും ക്ലേശങ്ങളും ഒക്കെ ഉള്ള കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ചാച്ചനും അമ്മയുമൊക്കെ മക്കൾക്ക് വേണ്ടി ഒത്തിരി അധ്വാനിക്കുകയും മക്കളെ സ്നേഹിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലാണ് ഞങ്ങളുടെ ബാല്യകാലം ഉണ്ടായിരുന്നത്. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചാച്ചനും അമ്മയും കിട്ടിയതിന് ഞങ്ങൾ ഒത്തിരി സന്തോഷവാന്മാരാണ്. അത്യാവശ്യ കഷ്ടതകളും ഭാരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ചാച്ചൻ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് എപ്പോഴും ഒരു മാതൃകയായിരുന്നു. സന്ധ്യാപ്രാർത്ഥന ഒരു ദിവസം പോലും മുടങ്ങാതെ ചാച്ചൻ ഞങ്ങൾക്ക് മുമ്പിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് വഴികാട്ടി നിന്നിരുന്നു. ആ അവസരങ്ങളിലൊക്കെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും യേശുവിൽ വിശ്വാസം വർദ്ധിക്കുവാനും ഒക്കെ ഞങ്ങൾക്കിടയായി. പ്രാർത്ഥനാ ജീവിതത്തിൽ എപ്പോഴും പ്രാധാന്യം കൊടുക്കണമെന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളോടും ചാച്ച എപ്പോഴും പറയുമായിരുന്നു. എനിക്ക് 4 സഹോദരന്മാർ എൻ്റെ മൂത്തതായിട്ടുള്ളത്. അവർ 4 പേരും ചാച്ചൻ പറയുമായിരുന്നു, നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ ശേഷം മാത്രം എങ്ങോട്ടേലും പോകാൻ പാടും, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എപ്പോഴും നിങ്ങൾ വീട്ടിൽ കാണണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ തന്നെ അവരെല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടും. 4 ആങ്ങളമാരും എനിക്കൊരു അനിയത്തിയുമാണുള്ളത്. എല്ലാവരും ആ പ്രാർത്ഥനയിലൊക്കെ വളരെ ഭക്തിപൂർവ്വം പങ്കെടുത്തതിനാൽ എൻ്റെ ആങ്ങളമാരാണെങ്കിൽ മറ്റ് കൂട്ടുകാരോട് ഒപ്പം ചേരാനോ അവരുടെ വഴിയിലൂടെ പോകാൻ ഇടയാകാതെ ചാച്ചനെ പോലെ ചാച്ചൻ്റെ രീതിയിൽ തന്നെ വളർന്നു വരാൻ ഇടയായി. അങ്ങനെ ഞങ്ങളുടെ ബാല്യകാല ജീവിതത്തിലും വിദ്യാഭ്യാസത്തിലും എല്ലാം ചാച്ചനും അമ്മയൊക്കെ ഞങ്ങൾക്കൊരു മാതൃകയായിരുന്നു. അധ്വാനവും ഭാരമുണ്ടെങ്കിലും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിച്ചിരുന്നു. പഠനത്തിൽ എത്രമാത്രം നിങ്ങൾക്ക് മുമ്പോട്ട് സാധിക്കുമോ അത്രയും പഠിച്ചോളാൻ ചാച്ചൻ പറയാറുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ആങ്ങളമാരും അനിയത്തിയുമൊക്കെ ഞാനുമൊക്കെ പഠനത്തിൽ ഓരോ അവസരങ്ങളിലും മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രോത്സാഹനമാണ് തന്നിരുന്നത്. വീട്ടിൽ ഒരു അത്യാവശ്യം ദാരിദ്ര്യവും ക്ലേശമൊക്കെ ഉണ്ടെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ ചാച്ചൻ ഒരിക്കലും ഒരു കുറവ് വരുത്താനായിട്ട് ഇടയാക്കിയിട്ടില്ല. ചാച്ചൻ്റെ ഒപ്പം തന്നെ അധ്വാനിക്കാൻ അമ്മച്ചിയും ചേർന്ന് നിന്നിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഒരു വലിയ മാതൃകയാണ്. ചാച്ചനും അമ്മച്ചിയും ഒരുമിച്ച് അധ്വാനിക്കുമ്പോൾ ഞങ്ങൾക്കാവുന്നത് പോലെ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളിലേക്ക് ഞങ്ങൾക്കാവുന്നത് പോലെ ഞങ്ങൾ ജോലികളൊക്കെ ചെയ്യുവാൻ ശ്രദ്ധിക്കുവാനൊക്കെ തയ്യാറായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ കാലമൊക്കെ പൂർത്തിയാക്കി ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഇടവക പള്ളിയിൽ വേദോപദേശം പഠിപ്പിക്കാനായിട്ട് അച്ഛൻ വിളിക്കുകയുണ്ടായി. ആ വേദോപദേശ കാലങ്ങളിൽ മഠത്തിലെ സിസ്റ്റേഴ്സുമായിട്ട് ഒത്തിരി അടുത്ത് ഇടപഴകുവാനുള്ള അവസരമുണ്ടായി. CMC സിസ്റ്റേഴ്സാണ് ഞങ്ങളുടെ ഇടവകയിലുണ്ടായിരുന്നത്. അവരുമായിട്ട് ഒത്തിരി അടുത്ത് ഇടപഴകുവാൻ ഇടയായി. പലപ്പോഴും മഠത്തിലൊക്കെ അവരെന്നെ വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഒരിക്കലും ഞങ്ങളോടൊപ്പം വേദോപദേശം പഠിപ്പിച്ചിരുന്ന ഒരു ചെമ്മാച്ചൻ്റെ പട്ടത്തിന് വേണ്ടി പോവുകയുണ്ടായി. അങ്ങനെ പോയി തിരിച്ചു വരുന്ന സമയത്ത് മദർ എന്നോട് ഒത്തിരി സ്നേഹത്തോടെ സംസാരിച്ച് ജപമാല ചൊല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ജപമാല പൂർണ്ണമായിട്ടും കാണാതെ തന്നെ ചൊല്ലുകയുണ്ടായി. അതിന് കാരണം ഞങ്ങൾ ദേവാലയത്തിൽ പോകുമ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ അമ്മച്ചി ദേവാലയത്തിൽ പോകാൻ ഞങ്ങൾ നിർദ്ദേശിക്കും. കാരണം ഒന്ന് സ്കൂളില്ലാത്ത ദിവസമാണല്ലോ. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു 20 മിനിറ്റ് നടക്കാനുണ്ട്. ആ സമയങ്ങളിൽ അന്ന് ജപമാലയൊന്നും കയ്യിലില്ലെങ്കിൽ പോലും കൈവരലിൽ ഞാൻ ജപമാല ചൊല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ എണ്ണം പിടിച്ചുകൊണ്ട് ദേവാലയത്തിൽ പോകുമായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ പോയി ഞാൻ ജപമാല എൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. അപ്പം ഞങ്ങളുടെ ആ പട്ടത്തിന് പോയിട്ട് തിരിച്ചുള്ള യാത്രയിൽ മദർ ആവശ്യപ്പെട്ടപ്പോൾ ആരും ജപമാല ചൊല്ലിയില്ല. പെട്ടെന്ന് ഞാൻ ജപമാല ചൊല്ലാനിടയായി. അപ്പം മദർ അതൊരു വലിയ സന്തോഷമായിട്ട് എടുത്തു. പ്രാർത്ഥനയിൽ ഇത്രയും താല്പര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ മദർ വീട്ടിൽ വരാനിടയായി. പലപ്പോഴും വരാറുണ്ട് മദറൊക്കെ. അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ അമ്മച്ചിയൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു. ലിസി മിടുക്കിയാണല്ലോ, വേണമെങ്കിൽ കോൺവെൻറ്റ് ചേരാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കാം എന്ന് പറഞ്ഞു. അപ്പം ചാച്ചനും അമ്മച്ചിക്കും സഹോദരങ്ങൾക്കും അത് അത്ര താല്പര്യമായിട്ട് തോന്നിയില്ല. അങ്ങനെ മദർ അമ്മച്ചി സംസാരിച്ച് പോയി. പിന്നീട് ഞാൻ ചിന്തിക്കുകയുണ്ടായി, വിദ്യാഭ്യാസ കാലഘട്ടത്തിലുമൊക്കെ കിട്ടാത്ത ഒരു ദൈവിക അനുഭവം ഈ കോൺവെൻറ്റ് ചേരുമ്പോൾ ഉണ്ടാകുമെന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ മദറിനെ കാണാനിടയാവുകയും വീണ്ടും ഞാൻ കോൺവെൻറ്റിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് മദറിൻ്റെ അടുത്ത ബന്ധുവായ സിസ്റ്റർ വീട്ടിൽ വരാനിടയായി. അത് ചങ്ങനാശ്ശേരിയിലൊരു മഠത്തിൽ ഒരു കോൺവെൻറ്റിലെ സിസ്റ്ററായിരുന്നു. എന്നോട് സംസാരിക്കുക, വീട്ടിലൊരു ദിവസം വന്ന് കോൺവെൻറ്റ് ചേരുന്നതിനെ കുറിച്ച് എന്നോട് സംസാരിച്ചു. അപ്പോൾ ഉള്ളിൽ മറ്റവസ്ഥയിൽ നിന്നും കോൺവെൻറ്റിലേക്ക് പോകുമ്പോൾ കൂടുതൽ ദൈവസ്നേഹത്തിലേക്ക് നിറയുവാനും അതിൽ ചേർന്ന് നിൽക്കാൻ ഇടയാകുമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഉളവായപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കാനും ചിന്തിക്കാനും തുടങ്ങി. ചാച്ചനോടും അമ്മച്ചിയോടും സഹോദരനോടും അഭിപ്രായം ചോദിച്ചപ്പോൾ അവരത്ര താല്പര്യപ്പെട്ടില്ല. എന്നാൽ വീണ്ടുമുള്ള ഓരോ ദിവസങ്ങളിലും എൻ്റെ ഉള്ളിൽ ആ ചിന്ത ഉറച്ചു നിന്നു. കോൺവെൻറ്റിൽ പോകണം,
ഡിഗ്രി പഠനം കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും അതുവരെ ഉണ്ടാകാത്ത ചില സന്തോഷങ്ങൾ എനിക്ക് മഠത്തിൽ കിട്ടുമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉളവായി. അപ്രകാരം തന്നെ ഞാൻ കോൺവെൻറ്റിൽ നിന്ന് വന്ന സിസ്റ്ററിന് വീണ്ടും വരികയും എന്നെ ഒരു ദിവസം ചങ്ങനാശ്ശേരിയിൽ കോൺവെൻറ്റിൽ കൊണ്ടുപോവുകയും ചെയ്തു. കോൺവെൻറ്റിലെ ചുറ്റുപാടുകളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ദിവസം ഞാൻ അവിടെ താമസിച്ചു. പ്രാർത്ഥന, ചാപ്പലിൽ മറ്റ് സിസ്റ്റേഴ്സുമായിട്ട് ഇടപഴകാനൊക്കെ ഒരു ദിവസം എനിക്ക് ലഭിച്ചു. അപ്പോൾ വീണ്ടും വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് വീണ്ടും ആ ചിന്തയാണ് മഠത്തിൽ പോകണം എന്നുള്ളൊരു താല്പര്യം ഉള്ളിൽ ഉറച്ചു നിന്ന്. ചാച്ചനും അമ്മച്ചും ആരും അതിനൊരു പോസിറ്റീവായിട്ടൊരു സപ്പോർട്ട് എനിക്ക് തന്നില്ല. എങ്കിലും എൻ്റെ ഒരു നിർബന്ധം ഞാൻ പറഞ്ഞു, എനിക്ക് മഠത്തിൽ പോയി തീരുള്ളൂ, ഞാൻ മഠത്തിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരെല്ലാം സഹകരിച്ചു. അങ്ങനെ ഞാൻ കോൺവെൻറ്റിലേക്ക് പോകാനിടയായി. ചങ്ങനാശ്ശേരിയിലെ കോൺവെൻറ്റിലാണ് ഞാൻ പോകുന്നത്. FDSHJ എന്നാണ് ഞങ്ങളുടെ കോൺവെൻറ്റിൻ്റെ പേര്. അവിടെ 4 വർഷമാണ് ഫോർമേഷൻ കാലഘട്ടം. ഈ പരിശീലന കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാകുന്ന അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓരോ ബാച്ച് അനുസരിച്ചുള്ള ഓരോ പ്രാർത്ഥനാ ജീവിതവും പ്രവർത്തനവും എല്ലാം അവിടെ ഉണ്ട്. പ്രാർത്ഥനയും പ്രവർത്തനവും ഒത്തുചേർന്ന ഒരു മഠാന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രാവിലെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തൊട്ടടുത്തുള്ള ഇടവക ദേവാലയത്തിൽ കുർബാനയ്ക്ക് പോകും, തിരിച്ചു വരും. മഠത്തിൽ ഓരോ ജോലികൾ ഞങ്ങൾ പങ്കിട്ട് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ ജോലികൾ ചേർത്ത് തന്നിട്ടുണ്ട്, അത് ഞങ്ങൾ ചെയ്യും. പിന്നീട് ഞങ്ങൾക്ക് പഠന സമയമുണ്ട്, പ്രാർത്ഥനാ സമയമുണ്ട്, ഞങ്ങൾക്ക് ഉല്ലാസ സമയമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും അതാത് സമയത്ത് ഞങ്ങൾ ചേർന്ന് നിൽക്കുകയും ആ മഠത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും ഉൾച്ചേരുകയും ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷവും സമാധാനമൊക്കെ ഹൃദയത്തിൽ നിറയുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അവിടെ ഒത്തിരി സന്തോഷമുള്ള ഓരോരോ അവസ്ഥകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ, ഈസ്റ്റർ കാലഘട്ടത്തിലൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരുക്കങ്ങളും അതിനുവേണ്ടുള്ള മുൻകൂർ തയ്യാറാക്കലും മറ്റ് ആഘോഷ പരിപാടികളൊക്കെ വളരെ ഉല്ലാസകരമായിട്ട് തന്നെ ചെയ്യുവാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ഓരോ വിശുദ്ധരുടെയൊക്കെ തിരുനാളുകൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഓരോ പ്രോഗ്രാമൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ തരും. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ 4 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി സഭാവസ്ത്ര സ്വീകരണ സമയത്തിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ യേശുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ വഴികാട്ടിയായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആ കാലഘട്ടത്തിൽ പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമേറിയതായിരുന്നു. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ എന്ന മദറിൻ്റെ വാക്കുകൾ എപ്പോഴും ഉള്ളിൽ ഞങ്ങൾക്ക് തിങ്ങി നിറഞ്ഞിരുന്നു. പ്രാർത്ഥനയില്ലാത്ത ഒരു ജീവിതത്തിലൂടെ ഒരിക്കലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് മദർ എപ്പോഴും പറയുമായിരുന്നു. അതിൽ ഉൾച്ചേർന്നുകൊണ്ട് സഭവസ്ത്രം സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കുവാനുള്ള ഒരു അവസരം മദർ ഒരുക്കി തരുകയുണ്ടായി. അങ്ങനെ 2 വർഷക്കാലം ഈ കൗൺസിലിംഗ് കോഴ്സിൻ്റെ പഠനത്തിലേക്ക് ഞാൻ നീങ്ങി. ആ കൗൺസിലിംഗ് കോഴ്സ് പഠനം പൂർത്തിയാക്കി വീണ്ടും ഞങ്ങൾ മഠത്തിൽ ചേർന്ന് നിൽക്കുന്ന സമയങ്ങളിൽ സന്തോഷത്തോടെ സമാധാനത്തിൽ കഴിയുന്ന ഒരു അവസരത്തിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ജീവിതത്തെ എന്നിൽ നിന്ന് അകറ്റുന്നതായ ഒരു ശാരീരിക ബുദ്ധിമുട്ട് എന്നിൽ കടന്നു വന്നു. അത് മറ്റൊന്നുമല്ല, ശരീരത്തിൻ്റെ ത്വക്കിലുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയിലായിരുന്നു. ആ രോഗാവസ്ഥ എന്ന് പറയുമ്പോൾ അതെനിക്ക് വളരെ വേദനാജനകമായി തീർന്നിരുന്ന ചില സമയങ്ങളാണ്. ഒരു വർഷത്തിലെ ഒരു 6 മാസക്കാലം എൻ്റെ ശരീരത്തിൻ്റെ പുറമേ കാണുന്ന, വസ്ത്രത്തിന് പുറമേ കാണുന്ന ഭാഗങ്ങൾ, അതായത് കഴുത്തിൽ, നെറ്റിയിൽ, കൈകളിലൊക്കെ തൊലി ചൊറിഞ്ഞു പൊട്ടി തൊലി പോവുകയും അത് അവിടെ ഒരു വ്രണമായി തീർന്ന് വെള്ളം ഒലിക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകുണ്ടായി. അത് വളരെ നീറ്റിൽ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട്, അത്രയ്ക്കധികം മനസ്സിന് സങ്കടം അനുഭവിക്കുന്ന ഒരവസ്ഥയായിരുന്നു എനിക്കത്. ഒരു വർഷത്തിൽ 6 മാസക്കാലം ഈ ഒരു അവസ്ഥയാണ്. അങ്ങനെ വന്നപ്പോൾ മദർ എന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കാണിക്കുകയുണ്ടായി. ഈ ആയുർവേദ ഡോക്ടർ തരുന്ന മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും ഈ മഞ്ഞൾ ചേർന്നുള്ള എണ്ണയും തൈലവും ഒക്കെ ആയിരുന്നു. ഇത് ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും മഠത്തിലെ ജോലി കാര്യങ്ങളിലേക്ക്, പ്രാർത്ഥനയിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം ഈ മരുന്ന് തേച്ചിട്ട് ഞാൻ എപ്പോഴും വിശ്രമത്തിലിരിക്കുന്നൊരവസ്ഥ. സഭവസ്ത്രവും എനിക്ക് ശരീരത്തിൽ ചേർക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കിടക്കുന്ന മുറിയിൽ തന്നെ ഞാൻ ഈ മരുന്ന് ഉപയോഗിച്ച്, മരുന്ന് തേച്ച് ഇങ്ങനെ വിശ്രമിക്കുന്നൊരവസ്ഥ. ഇതൊരു 6 മാസക്കാലം കഴിയുമ്പോൾ വേനൽക്കാലം കഴിയുമ്പോൾ ഈ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടുന്നുണ്ട്. എന്നാൽ വീണ്ടും അടുത്ത വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് വീണ്ടും ഈ അവസ്ഥ വരികയാണ്. അത് ഈ മുഖവും കൈയും ഒക്കെ വളരെ നീറ്റിൽ അനുഭവപ്പെടുമ്പോൾ ഞങ്ങളുടെ കിച്ചണിൻ്റെ ചാർജുള്ള സിസ്റ്റർ ഫ്രിഡ്ജിലെ വെള്ളം എനിക്കെടുത്ത് തരും. മുഖം ഒന്ന് കഴുകാൻ പറയും, കൈകൾ കഴുകാൻ പറയും. കൈകളും മുഖവും ഒക്കെ കഴുകി ഒരു 5 മിനിറ്റിനുള്ളിൽ
ആ തണുപ്പ് മാറി വീണ്ടും എനിക്ക് നീറ്റലും എരിവും അനുഭവപ്പെടുന്നൊരവസ്ഥ. ഈ മുറിവ് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ ഒരു അരിശവും ദേഷ്യവും ഒക്കെ തോന്നാൻ തുടങ്ങി. ഇവിടെ മടത്തി വന്നിട്ടും ഇത്രയൊക്കെ ഈശോ സ്നേഹിക്കാൻ പറ്റും എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ. അത് എന്നെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ചിന്താഗതിയായി തീർന്നു. പിന്നീട് എൻ്റെ പ്രാർത്ഥനയുടെ ചിന്തകൾ എന്നിൽ നിന്ന് അകന്നുപോയി. ഈ രോഗത്തെക്കുറിച്ചുള്ള ആകുലതയും ബുദ്ധിമുട്ടുകളും ഈ വിഷമങ്ങളും ഒക്കെ എന്നെ വേദനിപ്പിക്കുമ്പോൾ, എൻ്റെ ബാച്ചിലുള്ളവരോട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റാതെ വരുമ്പോഴൊക്കെ ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങാൻ തുടങ്ങി. ഈ രോഗാവസ്ഥ കഴിഞ്ഞ് മുറിവുണങ്ങുമ്പോൾ അതിൽ അവശേഷിക്കുന്ന മുറിപ്പാടുകൾ പൊള്ളലേറ്റതുപോലെ എത്ര ദൂരം നിന്നാലും അറിയാതെ പലരും പള്ളിയിലൊക്കെ പോകുമ്പോൾ പൊള്ളിയോ എന്ന് ചോദിക്കുന്ന ആ ഒരു അവസ്ഥ, ഇതൊക്കെ എനിക്ക് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയെത്തിയിരുന്നു. അപ്പോൾ ഈ രോഗം വന്നപ്പോൾ പ്രാർത്ഥന, മദർ എപ്പോഴും പറയാണ്ട് പ്രാർത്ഥനയിലൂടെ നമ്മൾ ഈശോയിലേക്ക് അടുക്കണമെന്ന്. പക്ഷെ പ്രാർത്ഥനാ ജീവിതം എന്നിൽ നിന്ന് അകന്നു പോയൊരവസ്ഥയാണ് അപ്പോൾ എനിക്കുണ്ടായത്. അങ്ങനെ പ്രാർത്ഥന ഇല്ലാതെ കടന്നു പോയ നാളുകളിൽ എന്നിലെ ചിന്ത എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചു, ഈ മഠത്തിൽ ഇനി നിൽക്കണ്ട. ഇവിടെ നിൽക്കുമ്പോൾ ഈ രോഗാവസ്ഥയല്ലേ, സന്തോഷിക്കാനോ ബാച്ചിലുള്ള കൂടുതൽ സിസ്റ്റേഴ്സ് ചേർന്ന് പ്രവർത്തിക്കാനോ സാധിക്കാത്ത അവസ്ഥ. പിന്നെ അവിടെ എല്ലാവരും ജോലി ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എന്നോട് തന്നെ എനിക്കൊരു ദേഷ്യം. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രാർത്ഥനക്കുറവ് കൊണ്ടാണ്. അന്നൊന്നും എനിക്ക് ചിന്ത വന്നില്ല. അന്നൊക്കെ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുകയും അസ്വസ്ഥപ്പെടുകയും ഈ രോഗം എനിക്ക് തന്നല്ലോ എന്ന് ഈശോയോട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു ചിന്താഗതിയുമാണ് അന്ന് എന്നെ നയിച്ചത്. അങ്ങനെ ഒരു 2-3 വർഷക്കാലം ഈ ഒരു അവസ്ഥയിൽ നിന്നപ്പോൾ എനിക്ക് എന്നിലേക്കൊരു ചിന്ത വന്നു, വീട്ടിലേക്ക് പോകാം, ഈ മഠത്തിൽ ഇനി നിൽക്കണ്ട എന്നൊരു ചിന്ത വന്നപ്പോൾ പിന്നീട് എൻ്റെ ഉള്ളിൽ തോന്നിയ ചിന്ത എന്താണ്, എൻ്റെ ചാച്ചൻ ഒരു 4 വർഷമായിട്ട് വീട്ടിൽ സ്ട്രോക്ക് വന്നിട്ട് കിടക്കുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ വീട്ടിൽ സ്വാഭാവികമായിട്ടും സഹോദരങ്ങൾ അന്വേഷിക്കാൻ നോക്കുന്നുണ്ട്, എപ്പോഴും ചാച്ചൻ്റെ അമ്മച്ചിയുടെ അടുക്കൽ ഒരാളില്ല. അപ്പം എന്നിലൊരു ചിന്ത ഇങ്ങനെ ഒന്ന്, വീട്ടിൽ പോയാൽ ചാച്ചനെ ഒന്ന് നോക്കാം. അങ്ങ് ചിന്തിക്കാനൊരു കാരണമുണ്ട്. ചാച്ചന് പെങ്ങന്മാർ സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. 4 ആൺകുട്ടികളുണ്ടായിട്ട് 5ാമതൊരു പെൺകുട്ടി ഞാൻ ഉണ്ടായത്, അപ്പം ഒരു അനിയത്തിയും. അപ്പം ഞങ്ങളോട് പെൺകുട്ടികളും ചാച്ചനൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുള്ളിൽ പതിഞ്ഞിരുന്നത് കൊണ്ട് എൻ്റെ ചിന്ത വന്നു, എങ്ങനെയാലും വീട്ടിൽ പോയി ചാച്ചനെ നോക്കാം. അപ്പം മഠത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പോകണം. മഠത്തിലെ മദറിനോട് ചോദിച്ചാൽ പ്രത്യേക അനുവാദവും തരത്തില്ല. എന്നാലും ചോദിച്ച് എൻ്റെ നിർബന്ധ ബുദ്ധിയാലാണ് ഞാൻ മഠത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥ വളരെ വ്യത്യസ്തമായിരുന്നു. മഠത്തിലായിരിക്കുമ്പോൾ ആ ഒരു ചിന്ത എനിക്ക് തന്നില്ല. അതായത് പൈശാചികമല്ല, പിശാചിൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു. പിന്നീട് ഞാൻ തിരിച്ചറിയുകയാണ്. വീട്ടിൽ വന്നപ്പോൾ ചാച്ചൻ, രോഗിയെ കിടക്കാൻ ചാച്ചൻ മാനസികമായിട്ട് വളരെ വിഷമിക്കുന്നു, സഹോദരങ്ങൾ വേദനിക്കുന്നു, അമ്മച്ചി കരയുന്നു, ദേവിവിളി കളഞ്ഞിട്ട് പോന്നല്ലോ, നീ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങളും പറച്ചിലുകളും വന്നപ്പോഴാണ് ഞാൻ എന്നിലേക്ക് ചിന്തിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ് ഇത് വന്നതെന്നുള്ള ബോധ്യം എനിക്ക് അന്നുണ്ടാകുന്നത്. പക്ഷേ ഞാൻ എൻ്റെ നിർബന്ധം കൊണ്ട് മഠത്തിൽ നിന്ന് പോകുന്നത് കൊണ്ട് വീണ്ടും എനിക്ക് മഠത്തിലേക്ക് പോകേണ്ട സാധ്യത ഇല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ആകെ മനസ്സ് കലുഷിതമായ ഒരവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിക്കാനോ പറ്റുന്നില്ല, ഈശോയോടൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, മാതാപിതാക്കളോട് സഹോദരനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരാശ്വാസം ഞങ്ങൾ കണ്ടെത്തി, ചാച്ചനും അമ്മച്ചിയും മാത്രമേ വീട്ടിലുള്ളൂ. ആങ്ങളയും നാത്തൂനും ഒക്കെ ജോലിക്ക് പോകുമ്പോൾ ചാച്ചനെ ശ്രദ്ധിക്കുക, ചാച്ചന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക, അങ്ങനെ ഒരു അവസരം ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ സമാധാനിച്ചു. എന്നാൽ ഈ സമാധാനം അധികം നീണ്ടു നിന്നില്ല. ഞാൻ വീട്ടിൽ വന്ന് 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ചാച്ചൻ മരണപ്പെട്ടു. അങ്ങനെ ചാച്ചൻ മരിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വേറൊരു ചിന്ത കടന്നു വരുന്നത്, ഞാൻ മഠത്തിൽ നിന്ന് തിരിച്ചു വന്ന കൊണ്ടുള്ള മാനസിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ചാച്ചൻ പെട്ടെന്ന് മരിക്കുന്ന ചിന്ത എന്നെ അലട്ടാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഓർത്തി, ഈ വീട്ടിൽ ഞാൻ നിന്നാൽ എൻ്റെ സഹോദരങ്ങൾക്കും ചാച്ചനും അമ്മച്ചിയൊക്കെ ഞാൻ ബുദ്ധിമുട്ടായി തീർന്നത് പോലെ ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്നൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ വന്ന ഒരവസ്ഥയിൽ ഞാൻ ആരോട് സംസാരിക്കാതായി. ചാച്ചൻ മരിച്ച ശേഷം ആരോടും സംസാരിക്കാതെയും ഒക്കെ കഴിയുമ്പോൾ അമ്മച്ചിയും സഹോദരങ്ങളും അനിയത്തിയും ഒക്കെ ഒത്തിരി വേദനിക്കുക എന്നെക്കുറിച്ച്. അന്ന് മഠത്തിലായിരുന്നപ്പോൾ എനിക്കിങ്ങനെ ചിന്ത വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരില്ലായിരുന്നത് പിന്നീടാണ് ബോധപൂർവ്വം ഞാൻ ചിന്തിക്കുന്നത്. എടവപ്പള്ളിയിൽ ചെന്നപ്പോൾ വികാരിയച്ഛൻ എന്നോട് പറയുകയുണ്ടായി, എല്ലാവർക്കും ഈ ദൈവവിളി കിട്ടിയ ഓരോരോ അച്ഛന്മാരായാലും സിസ്റ്റേഴ്സ് ആയാലും അവർക്ക് ഒരു പരീക്ഷണ കാലഘട്ടമുണ്ട്. ആ പരീക്ഷണത്തിൽ എല്ലാവരെയും ദൈവം ഉൾപ്പെടുത്തും, നീയും ഉൾപ്പെട്ടു. പക്ഷേ നീ അതിൽ വിജയിച്ചില്ല. വിജയിച്ചാൽ മാത്രമേ ദൈവവിളിയോട് നമുക്ക് യോജിച്ച് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അച്ഛൻ്റെ സംസാരമൊക്കെ എൻ്റെ ഉള്ളിൽ അത് പതിഞ്ഞു. അപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്, പ്രാർത്ഥനയില്ലാത്ത ജീവിതത്തിലൂടെയാണല്ലോ ഞാൻ കടന്നു പോയത്. ഈ രോഗം വന്നപ്പോൾ ഈ രോഗാവസ്ഥയെക്കുറിച്ച് മാത്രം ചിന്തിച്ചല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ വളരെ മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലിരിക്കുമ്പോൾ എൻ്റെ 2ാമത്തെ സഹോദരൻ കോട്ടയിൽ പോയി ഒരു ധ്യാനം കൂടിയാൽ
ഈ മനസ്സിൻ്റെ ശാന്തത കൈവരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ സംസാരിച്ച് പാലാ രൂപതയിലാണ് ഞങ്ങളുടെ വീട്. ഇപ്പോൾ പാലായിലേക്ക് ഇഷ്ടംപോലെ ധ്യാനകേന്ദ്രം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ കുഞ്ഞാൻ നമ്മൾ പോട്ടയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സഹോദരൻ പറയണ്ടേ, പോട്ടയിൽ ഒരു വലിയ സ്തുതിപ്പിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ സ്തുതിപ്പിൻ്റെ സമയത്ത് എൻ്റെ മനസ്സിൻ്റെ വിഷമം വിട്ടുമാറുമെന്ന് കുഞ്ഞാഞ്ഞ് തർപ്പിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഒരു ദിവസം എൻ്റെ സഹോദരൻ ഇവിടെ ധ്യാനിക്കാനായിട്ട് കൊണ്ടുവരുന്നു. ഞാൻ ഒരാഴ്ച ധ്യാനത്തിലിരിക്കുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ ചാച്ചൻ മരിച്ചതിനെ കൊണ്ട് ദുഃഖം. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ ചാച്ചനെ വീട്ടിൽ. ആ ചാച്ചനെ ദൈവം തിരിച്ചെടുത്തപ്പോൾ അതെനിക്ക് അസഹനീയമായ ഒരു വേദനയായി തീർന്നു. ഒരു ചിന്ത കൂടി അതിന് കാരണമുണ്ട്. ഞാൻ മടത്തിയും തിരിച്ചു വന്നതിൻ്റെ വിഷമം കൊണ്ടാണല്ലോ ചാച്ചൻ ഇത്ര പെട്ടെന്ന് മരണപ്പെട്ടെന്നുള്ള ഒരു ചിന്തയും കൂടി വന്നപ്പോഴാണ് ഞാൻ വളരെ തളർന്നു പോകേണ്ടായി. അങ്ങനെ ചിന്തകൾ കൊണ്ട് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാന ഹാളിൽ ഇരിക്കുമ്പോൾ യാതൊരു കാരണവശാലും എനിക്ക് ധ്യാനത്തിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ടോക്കുകളിലോ വിശുദ്ധ കുർബാനയിലോ ദീപികാരനോ ആരാധന ഒന്നും എനിക്ക് മനസ്സുകൊണ്ട് ഉൾച്ചേരാൻ പറ്റും. ഞാൻ ആളായിട്ട് അവിടെ ഇരിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു. അപ്പോൾ എല്ലാവരും അച്ഛന്മാരെ കാണാൻ പോകുന്നു. എൻ്റെ സഹോദരനും എന്നെ അച്ഛൻ്റെ അടുത്ത് പനക്കിലച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണ്. പനക്കിലച്ഛൻ്റെ അടുത്ത് എനിക്കൊന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ കരയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സഹോദരൻ അച്ഛനോട് കാര്യങ്ങൾ സംസാരിച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തടത്തിലച്ഛൻ്റെ അടുത്ത് പോയി. മാത്യു തടത്തിലച്ഛൻ അന്നിവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് തടത്തിലച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇതുപോലെ തന്നെ എനിക്കൊന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല, ആങ്ങളെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുക. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മകളെ നിൻ്റെ ഉള്ളിലെ വിഷമമൊന്നും വിട്ട് മാറിയില്ലല്ലോ, ധ്യാനം കൂടിയിട്ടും വിഷമം ഒന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഒരു ആഴ്ച കൂടി മകൾ ധ്യാനിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ധ്യാനത്തിൽ ഒരാഴ്ച കൂടി ഇരുന്നു ഇവിടെ. ആ ഇരിക്കുന്ന സമയത്തും എനിക്ക് ധ്യാനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും, കാരണം ഉള്ളിൽ തിങ്ങുന്ന ഒരു വേദനയും നൊമ്പരവും ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമത്തെ ആഴ്ചയിൽ തടത്തിലച്ഛൻ്റെ വിസ്തുബലിയുടെ ഇടയ്ക്കുള്ള സുവിശേഷ വായനയും വചന പ്രഘോഷത്തിന്റെ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി, നമ്മുടെ കഷ്ടതകളിലേക്കും രോഗാവസ്ഥയിലേക്കും നോക്കി കരയാതെ അതിനപ്പുറം നിൽക്കുന്ന ഈശോയിലേക്ക് നോക്കുക. അച്ഛൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മുടെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും വേദനകളിലും നോക്കി കരയാതെ അതിനപ്പുറത്ത് നിൽക്കുന്ന യേശുവിലേക്ക് നോക്കുക, അവിടെയാണ് നിനക്ക് രക്ഷയെന്ന്. ഈ ഒരു വാക്ക് എൻ്റെ ഉള്ളിൽ തട്ടുകയുണ്ടായി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതുവരെ ഞാൻ ഈശോയിലേക്ക് നോക്കിയില്ല, എൻ്റെ രോഗത്തിലേക്ക് നോക്കി ഈശോയെ കുറ്റപ്പെടുത്തി എന്നെ കുറ്റപ്പെടുത്തി പ്രാർത്ഥിക്കാത്തൊരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നുപോയി. ആ ഒരാഴ്ചക്കാലത്ത് ശേഷം വീണ്ടും അച്ഛനെ കണ്ടിട്ട് വേണം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും കാണാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു ആന്തരിക സൗഖ്യം ധ്യാനം കൂടെ കൂടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതും കൂടി തിരിച്ച് അച്ഛനെ കണ്ടതിന് ശേഷം വീട്ടിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ആന്തരിക സൗഖ്യ ധ്യാനം കൂടി അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട, നീ ഇവിടെ ആയിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചച്ചാ ഞാനെങ്ങനെയാ ഇവിടെ നിന്നിട്ട് എന്ത് ശുശ്രൂഷ ചെയ്യാൻ, എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്ക് പറ്റിയ ശുശ്രൂഷ ഞാൻ നിനക്ക് തരാം. അങ്ങനെയാണ് എന്നെ അച്ഛനിവിടെ നിൽക്കാനായിട്ട് അനുവദിച്ചു. ഇപ്പോൾ അവിടെ വന്ന അവസ്ഥയിൽ തന്നെ അച്ഛൻ എനിക്ക് ദേവാലയ ശുശ്രൂഷയാണ് നൽകിയത്. ചാപ്പലിലെ കുർബാനയ്ക്ക് ഒരുക്കുവാനും ആരാധനയ്ക്ക് ഒരുക്കുവാനും അൾത്താരി ഒരുക്കുവാനും ഒക്കെ ആയിട്ടുള്ള ശുശ്രൂഷയാണ് എനിക്ക് തന്നത്. അപ്പോൾ തന്നെ ഈശോയുടെ ഒരു പ്രത്യേക സ്നേഹത്തിലേക്ക് ഞാൻ കടക്കാൻ തുടങ്ങി. കാരണം ഈശോ തന്ന ദൈവവിളി ഉപേക്ഷിച്ച് വന്ന് എന്നെ വീണ്ടും ഈശോ ചേർത്ത് പിടിക്കുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഈശോ നൽകിയ ദൈവവിളി സന്യാസ ജീവിതം ഉപേക്ഷിച്ച് വന്നപ്പോൾ ഒരു സന്യാസിന് ചെയ്യുന്ന അതേ ശുശ്രൂഷ തന്നെ ദൈവം എനിക്കിവിടെ ഒരുക്കി തന്നതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഇത്തരം വലിയ വേദനജനകമായ അവസരത്തിൽ ആ വേദനയ്ക്ക് വിടുതൽ നൽകിക്കൊണ്ട് ഈശോ സ്നേഹിക്കുന്ന വലിയ കരുണ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ത്വക്കിലെ രോഗാവസ്ഥ സുഖപ്പെട്ടു എന്നുള്ളതാണ്. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പ്രാധാന്യം കൊടുത്തപ്പോഴാണ് എനിക്ക് ആ സൗഖ്യം തമ്പുരാൻ തരുന്നത്. രോഗത്തെക്കുറിച്ച് ദുഃഖിക്കാതെ പ്രാർത്ഥനയിലേക്ക് ഞാൻ കടന്നു. ഈ ആലയത്തിലായിരിക്കുമ്പോൾ ധ്യാനത്തിൽ കേട്ട വചനങ്ങളൊക്കെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചു. ഈ രോഗാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ ദിവസം ബൈബിൾ തുറക്കുമ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് പെട്ടത് ജോബിൻ്റെ പുസ്തകമാണ്. ആ പുസ്തകത്തെ ആളുകൾ മറിക്കുമ്പോൾ ജോബിൻ്റെ കഷ്ടതയുടെ ഓരോ നിമിഷങ്ങളിലും ദൈവഹിതത്തോട് ചേർന്ന് നിന്നത് ഞാൻ വായിച്ചറിഞ്ഞു. ദൈവം നമ്മെ സൃഷ്ടിച്ചെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന് അധികാരമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. രോഗം നൽകാനും അത് സൗഖ്യപ്പെടുത്താനുമൊക്കെ ദൈവത്തിന് ആ അധികാരമുണ്ടെന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് വന്നപ്പോൾ ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. പൊട്ടിയൊലിക്കുന്ന ശരീരത്തിലെ ഈ വ്രണം പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നതൊക്കെ എനിക്ക് വളരെ മടിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴുത്തിലും പെടലിലും ഒക്കെ ഉണ്ടാകുന്ന രോഗാവസ്ഥ ആളുകളുടെ കണ്ണിൽ പെട്ടെന്ന് പെടുന്ന ഒരവസ്ഥയായിരുന്നു. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ്
ഒറ്റയ്ക്ക് കിടപ്പ് സ്ഥലത്തായിരിക്കുമ്പോൾ കണ്ണീരൊഴുക്കി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മഠത്തിൽ നിന്ന് പോരേണ്ട ഈ അവസ്ഥ ഇതാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഉള്ളിൽ ഒത്തിരി വേദന തോന്നി. ആരുമില്ലാത്ത ആ സമയങ്ങളിൽ എൻ്റെ മഠത്തിൽ ദൈവം നഷ്ടപ്പെട്ടതിനെ ഓർത്തും ചാച്ചനെ അമ്മച്ചിയെ സഹോദരരൊക്കെ വേദനിപ്പിച്ച എല്ലാം ഓർത്ത് വളരെ സങ്കടമുണ്ടായി. അപ്പോൾ ഞാൻ കർത്താവിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് തന്നതിനുള്ള വലിയ തിരിച്ചറിവ് എന്നിലേക്ക് തരികയുണ്ടായി. കുറച്ച് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ കാഴ്ചവെപ്പിന് സമയത്തൊക്കെ ഞാൻ കണ്ണീരോടെ എൻ്റെ രോഗാവസ്ഥ കൊടുക്കാൻ തുടങ്ങി. ഈ രോഗാവസ്ഥയിൽ വളരെ ചികിത്സയൊക്കെ നടത്തിയെങ്കിലും മാറാത്ത ആ രോഗം പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഞാൻ അടിയുറച്ച് നിന്നപ്പോൾ കർത്താവ് അത് പരിപൂർണമായി എടുത്തു മാറ്റി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ വലിയ ദൈവാനുഭവം. കർത്താവിനോട് പ്രാർത്ഥന ചേർന്ന് നിന്നപ്പോഴാണ് അത് എനിക്ക് ലഭിച്ചത്. ആ വലിയ അത്ഭുത അവസ്ഥ എൻ്റെ ജീവിതത്തിൽ എനിക്കിന്ന് മറക്കാൻ അവസ്ഥ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മാത്രമേ കർത്താവിൻ്റെ കൃപയും കരുണയും അനുഗ്രഹവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുവുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു സമയം. പ്രാർത്ഥനയില്ലാത്ത ഒരു ജീവിതത്തിൽ നമുക്ക് അർത്ഥപൂർണമായ ഒരു അനുഗ്രഹമോ കരുണയോ ലഭിക്കുകയില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ശരീരത്തിലെ രോഗാവസ്ഥ പരിപൂർണമായി സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് അവിടുന്ന് ഒരുക്കുകയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ശരീരത്തിൽ പിന്നീട് ഒരിക്കലും ആ വിശുദ്ധ കുർബാനയുടെ സമയത്ത് കാഴ്ചവെപ്പിന് സമയത്ത് ഞാൻ കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് എൻ്റെ രോഗാവസ്ഥ സമർപ്പിച്ച് ആ കുർബാനയ്ക്ക് ശേഷം തിരിച്ച് ഞാൻ മുറിയിലെത്തി എൻ്റെ വ്രണങ്ങളൊക്കെ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഞാൻ കാണുന്നത്. അത് ആരോടും ഞാൻ പറയാറില്ലായിരുന്നു, ആരോടും ഞാൻ വെളിപ്പെടുത്താറുമില്ല. മനസ്സിൽ സങ്കടത്തോടെ കരുതുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ രോഗാവസ്ഥ സൗഖ്യപ്പെട്ടപ്പോൾ ഞാനത് എൻ്റെ അധികാരികളെ അറിയിക്കാൻ ഇടയായി. അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയ അവസ്ഥ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറയുകയുണ്ടായി. പിന്നീട് ഇന്ന് വരെയും എൻ്റെ ശരീരത്തിൽ അപ്രകാരം വ്രണങ്ങൾ ഉണ്ടാവുകയോ ത്വക്കിലെ രോഗാവസ്ഥ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു.